ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ ഹൗസ്മേറ്റ്സ് എല്ലാവരും കൂടെ ജയിലിലേക്ക് തിരഞ്ഞെടുത്തത് അനീഷിനെയും ലക്ഷ്മിയും. അവർ ജയിലിൽ പോകാൻ ഒട്ടും ഡിസേർവിംഗ് അല്ല. ഫിസിക്കൽ അസോൾട്ട് ചെയ്ത ഷാനവാസ്, സീക്രട്ട് ടാസ്ക് കുളവാക്കിയ ഷാനവാസ്, അങ്ങനെ ഉള്ള ആളുകളൊക്കെ അവിടെ സേഫായിട്ടിരിക്കുമ്പോൾ അനീഷ്, ലക്ഷ്മി എന്നിവരാണ് ജയിലിലേക്ക് പോയിരിക്കുന്നത്. അനീഷിൻ്റെ പറഞ്ഞിരിക്കുന്ന കുറ്റം എന്താണെന്ന് വെച്ചാൽ എന്തോ സാധാരണക്കാരൻ കാർഡ് ഇറക്കിയെന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ ആക്കി മാറ്റുകയാണ് ചെയ്തത്. ഇന്നലത്തെ എപ്പിസോഡ് വൈകുന്നേരം ഇന്നലെ ലൈവ് കണ്ട പ്രേക്ഷകർക്കറിയാം. അനീഷ് പറഞ്ഞത് സാധാരണക്കാരായ 5 പേരെങ്കിലും ഹൗസിലേക്ക് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. സാബു ചേട്ടൻ അതിൻ്റെ അഭിപ്രായം എന്താണെന്നാണ് ചോദിച്ചത്. പക്ഷെ അതിനെ വളച്ചൊടിച്ച് ആ ടൈം തന്നെ അത് അനീഷ് സാധാരണക്കാരൻ കാർഡ് ഇറക്കുന്നതെന്നും പറഞ്ഞ് ഹൗസ്മേറ്റ്സ് പറഞ്ഞു. പിന്നെ കുറച്ച് പ്രമുഖ യൂട്യൂബേഴ്സ് അത് ഏറ്റുപിടിച്ച് ആ രീതിയിലാക്കി. പിന്നെ വൈകിട്ടത്തെ എപ്പിസോഡ് ലൈവിൽ കണ്ടതൊന്നുമല്ല കണ്ടത്. വൈകിട്ടത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ അനീഷ് എന്തോ സാധാരണക്കാരനാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവിടെ കിടന്ന് വിഷമിക്കുന്നതും അനീഷ് സാധാരണക്കാരൻ കാർഡ് ഇറക്കി എന്നൊക്കെ ആക്കി മാറ്റി. അനീഷ് അതിന് കൊടുക്കുന്ന മറുപടി എല്ലാം കട്ട് ചെയ്ത് അനീഷ് സംസാരിക്കുമ്പോൾ തുടക്കത്തിൽ കാണിക്കുന്ന ആ കൈച്ചൂണ്ടിയുള്ള ഭാഗം മാത്രം എപ്പിസോഡിൽ ഉൾപ്പെടുത്തി. വെൽ ഡൺ ചാനലുകാർ, ആരാണെങ്കിലും എഡിറ്റേഴ്സ് എല്ലാം സൂപ്പർ ആവുന്നുണ്ട്. ഒരിക്കലും സാബുമോനെ പോലെയുള്ളൊരു വ്യക്തിയെ ഏഷ്യാനെറ്റ് ഒരിക്കലും മോശക്കാരനാക്കില്ല എന്ന് നമുക്കറിയായിരുന്നു. എങ്കിലും പറഞ്ഞെന്ന് മാത്രം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ എല്ലാവർക്കും തെറ്റി. കാരണം ലൈവ് പ്രേക്ഷകർ പലരും തന്നെ ലൈവ് കണ്ടിട്ടാണ്, വളരെ ചുരുക്കമേ ഉള്ളൂ എപ്പിസോഡ് മാത്രം ശ്രദ്ധിക്കുന്നത്. ലൈവ് കാണാൻ സാധിച്ചില്ലെങ്കിൽ പോലും ലൈവ് നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അറിയാൻ പ്രേക്ഷകർ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ചീറ്റി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സാധാരണ പ്രേക്ഷകരുടെ ഇടയിൽ കുറച്ച് റിവ്യൂവേഴ്സും അങ്ങനെയുള്ളവരൊക്കെ പറയുന്നുണ്ട് അനീഷ് സാധാരണക്കാരൻ കാർഡിറക്കി. ഇന്ന് സാബുമോൻ എയർപോർട്ടിൽ വന്നിട്ടും പറയുന്നുണ്ട് സാധാരണക്കാരനല്ല അനീഷൻ. അല്ല, നമ്മളെ സാധാരണക്കാരനാണ് അനീഷ് എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലാലേട്ടനും ഷോയുടെ ആൾക്കാരൊക്കെ അല്ലേ. അനീഷ് അല്ലല്ലോ അവിടെ പോയി നിന്നിട്ട് ഞാൻ സാധാരണക്കാരനാണെന്ന് പറഞ്ഞ്. ഏഷ്യാനെറ്റ് തന്നെയല്ലേ സാധാരണക്കാരനായിട്ട് അനീഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അതെന്തെങ്കിലും ആട്ടെ, ഇവർക്കെല്ലാം എന്തോ അൾഷിമേഴ്സ് പിടിച്ച ലക്ഷണമാണ്. ഇപ്പം അനീഷ് മാത്രമാണ് അവിടുത്തെ സെലിബ്രിറ്റിയും, ബാക്കി എല്ലാവരും സാധാരണക്കാരുമാണെന്നുള്ള രീതിയിലാണ് സാബു ചേട്ടനും എല്ലാവരും സംസാരിക്കുന്നത്. ഓക്കെ, അതങ്ങനെ ആട്ടെ, അനീഷ് നമ്മുടെ സെലിബ്രിറ്റി. ഓക്കെ, അനീഷ് സാധാരണക്കാരൻ കാർഡ് ഇറക്കി. അനീഷ് സാധാരണക്കാരായ 5 പേരെ ഹൗസിൽ ഷോയിൽ ഉൾപ്പെടുത്തണമെന്ന് അഭിപ്രായം പറഞ്ഞ അനീഷ് ചെയ്ത തെറ്റ് വളരെ വലുതാണ്. അതുകൊണ്ട് അനീഷ് ജയിലിൽ തന്നെ കിടക്കണം. പിന്നെ ലക്ഷ്മി കഴിഞ്ഞ വീക്കിലി ടാസ്കിലാണെങ്കിലും സീക്രട്ട് ടാസ്കിലാണെങ്കിലും അത്യാവശ്യം നന്നായി പെർഫോം ചെയ്യും. അത്യാവശ്യം നല്ല രീതിയിലാണ് ഈ വീക്കിൽ ലക്ഷ്മി അവിടെ നിന്നതല്ലേ. ലക്ഷ്മിയും ഭയങ്കര കുറ്റമായി പോയി ചെയ്തത്. ഒരിക്കലും സീക്രട്ട് ടാസ്ക് ഒന്നും അങ്ങനെ കോപ്പറേറ്റ് ചെയ്ത് കളിക്കരുത്. ഷാനവാസ് ചെയ്ത പോലെ കൊളവാക്കി കൈ കൊടുക്കണം. അതുകൊണ്ട് ലക്ഷ്മി ചെയ്തതും തെറ്റ് തന്നെ. അപ്പോൾ 2 പേരും ജയിലിൽ കിടക്കട്ടെ. എന്ത് പറയാനാണ്. ഇതാണ് ബിഗ് ബോസ് സീസൺ 7 അവസ്ഥ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഹൗസ് മേറ്റ്സ് പറയുന്നതൊക്കെ അവർക്ക് ക്യാമറ സ്പേസ് കൊടുക്കരുത്, അനീഷ് സ്ക്രീൻ സ്പേസിന് വേണ്ടി ശ്രമിക്കുന്നു, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ മണ്ടന്മാർ തന്നെ അവർക്ക് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. ബിഗ് ബോസിന് പോലും ജയിലിൽ നിന്ന് ക്യാമറ മാറ്റാനേ തോന്നുന്നില്ല. അവിടെ ക്യാപ്റ്റൻസി നോമിനേഷൻ നടക്കുന്ന സമയത്തും അവിടെ എന്തൊക്കെയോ ആരൊക്കെയോ എന്താ പറയുക, കുട്ടിയും കോലും കളിക്കുന്നു, കുളംകര കളിക്കുന്നു, അന്താക്ഷരി കളിക്കുന്നു. അതിലേക്കൊന്നും ക്യാമറയ്ക്ക് പോകാനേ സമയമില്ലാത്ത പോലെ ജയിലിൽ നല്ല രീതിയിലുള്ള ഹെൽത്തി കോൺവെർസേഷൻ ജയിലിൽ ലക്ഷ്മിയും അനീഷും തമ്മിൽ നടക്കുന്നുണ്ട്. അതിൽ അനീഷ് ഷാനവാസിനെ കുറിച്ചും ആ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊക്കെ പറയുന്ന കേൾക്കുമ്പം സത്യം പറഞ്ഞാൽ ആ മനുഷ്യൻ എത്ര ജെന്യുവിൻ ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യാണ്. പക്ഷെ അതൊക്കെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുമോ, അതിൻ്റെ ഏതെങ്കിലും ഭാഗമെങ്കിലും എപ്പിസോഡിൽ വരുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മി നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അനീഷിൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അനീഷിൻ്റെ ഇന്നസെൻസ് അല്ലെങ്കിൽ അനീഷിൻ്റെ ജെന്യുവിനിറ്റി വെളിയിൽ കൊണ്ടുവരാൻ ലക്ഷ്മി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അനീഷിനെ കൊണ്ട് സംസാരിച്ച്, ശരിക്കും പറഞ്ഞാൽ ഒരു ഗെയിമറായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ലക്ഷ്മി ഒരിക്കലും അനീഷിൻ്റെ ജെന്യുവിനിറ്റി റിയലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അനീഷ് നല്ലവനാണെന്ന് അറിഞ്ഞെങ്കിലും എല്ലാവരുടെയും കൂടി അനീഷിനെ അങ്ങ് മോശക്കാരനാക്കിയേക്കാം. എന്നിട്ട് എനിക്ക് മുമ്പിൽ കയറണമെന്നേ ഒരു ഗെയിമർ ചിന്തിക്കൂ. പക്ഷേ ഈ സ്ഥലത്ത് ലക്ഷ്മി ഗെയിമറായിട്ടല്ല, ജെന്യുവിനായിട്ട് തന്നെ അനീഷിനെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ലക്ഷ്മിയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയത്. ഒരിക്കലും വോട്ടിന് വേണ്ടി കൂടെ നിൽക്കുന്ന അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ നല്ല 2 കാൻഡിഡേറ്റ്സ്, അല്ലെങ്കിൽ ഒട്ടും ഡിസേർവിങ് അല്ല ജയിലിൽ കിടക്കാൻ, അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സാണ് ജയിലിൽ
ജയിലിൽ കിടക്കുന്നത്. അനീഷ് ജയിലിൽ കയറുമ്പോൾ തന്നെ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, നമ്മളാണോ ഇതിന് ഇത് ഡിസേർവിങ് ആണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അനീഷിൻ്റെ ഒരു ചിരിയുണ്ട്. അത് കണ്ടിട്ട് ബിഗ് ബോസ് തന്നെ ചിരിച്ചാണ്. ബിഗ് ബോസിനും മനസ്സിലായി ഇത് ഡിസേർവിങ് അല്ലെന്ന്. അതുകൊണ്ട് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഈസി ആയിട്ടുള്ള ജയിൽ ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. അത് അവർ ഈസി ആയിട്ട് തന്നെ ചെയ്ത് തീർത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ എപ്പോഴാണ് ഇറക്കി വിടുന്നതെന്നൊന്നും അറിയത്തില്ല. എന്നാൽ പോലും എന്തായാലും ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല സൂപ്പറായിട്ട് നല്ല ജെന്യുവൻ ആയിട്ടുള്ള 2 കാൻഡിഡേറ്റ്സാണ് അനീഷും ലക്ഷ്മി എന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. അനീഷ് ഒരു കോമണർ. അനീഷ് നമ്മുടെ സെലിബ്രിറ്റിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ പറയാം, അനീഷിനെ നമുക്ക് സെലിബ്രിറ്റി ആയിട്ട് കാണിക്കാം. ആദില നൂറ, അങ്ങനെ സാബുചേട്ടൻ്റെയൊക്കെ മനസ്സിലുള്ള കോമണേഴ്സ് അങ്ങനെ ഒരുപാട്, അവരൊക്കെ കോമണേഴ്സായിട്ട് അവിടെ ഇരുന്നോട്ടെ. നിങ്ങളുടെ അഭിപ്രായം ഈ കാര്യത്തിലൊക്കെ എന്താണെന്നൊന്ന് പറയണേ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.